അപ്പോൾ ഞാൻ ഇന്നൊരു കുട്ടി നമ്മുടെ ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാന്ന് വെച്ചിട്ടാണ് വരണേ. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റേ അവാർഡ് പട പോലെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക. ഇന്നിപ്പം നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങേ ഒന്ന് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ്, നമ്മൾ ഇവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് എല്ലാ വർഷവും ഇതിന് പോവാറുണ്ട്, വേളാങ്കണ്ണിയിലോട്ടേക്ക് ഇവിടെ നിന്ന് പോവാറുണ്ട്. അപ്പം പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളും പോകാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം പപ്പയും ലൗറയും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർഷം പപ്പ ആദ്യം പോകണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബസ്സിൽ സീറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും പോയിക്കോളാൻ പറഞ്ഞിട്ട് പപ്പ ഇപ്പം അങ്ങ് ഇറങ്ങി. പിന്നെ ഏട്ടൻ ഇന്ന് ഓഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഞാൻ കുറച്ച് നേരം ചായ കുടിച്ചിട്ട്, പിന്നെ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ തെണ്ടാൻ പോയപ്പോൾ നമ്മൾ മറ്റേ പക്കവടയില്ല, എനിക്കത് സാധനം ഭയങ്കര ഇഷ്ടമാണ്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏട്ടൻ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. പക്കവട അതേ നിലത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അത്ര നല്ലതൊന്നുമില്ല കേട്ടോ. എന്തോ അവർ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിക്കണ പോലെ, എപ്പോഴും കഴിക്കണ പോലത്തെ ടേസ്റ്റ് എനിക്ക് ഈ പക്കവടയ്ക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ പുസ്തകം വായിക്കേണ്ടത് മറ്റേ ഈ സീക്രട്ട്, ഞാൻ ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് വായിക്കാൻ. ഞാനൊരു 3-4 തവണ ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാവർത്തികമാക്കണം എന്ന് എനിക്കുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ഇടയിൽ പറയണ്ടെന്ന് തോന്നുന്നു. വായിക്കാത്ത ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പുസ്തകം വായിക്കണം. നമുക്ക് എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്ന പല ചിന്താഗതികളും തെറ്റായിരുന്നു, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ വേറെ കുറേ ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കണം എന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാനിങ്ങനെ ഇതിൽ പറയുന്ന കുറേ തിയറീസും നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ കൂടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പം അത് ശരിയാണെന്നുള്ളത് നമുക്ക് തോന്നും. ഭയങ്കര സൂപ്പറാണ് ഈ പുസ്തകം. ഞാൻ അതുകൊണ്ട് എനിക്ക് മിക്കതും എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് സങ്കടങ്ങളൊക്കെ വന്ന് അയ്യോ ലൈഫിൽ ഒന്നും നടക്കണില്ല, ഞാൻ ആഗ്രഹിക്കണത് ഒന്നും കിട്ടണില്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ഭയങ്കര സങ്കടം വരുമല്ലോ ചില സമയങ്ങൾക്കൊക്കെ. നാവ് ഉടക്കണം ചില സമയത്തൊക്കെ. ആ സമയത്തൊക്കെ ഞാൻ കൂടുതലും ഈ പുസ്തകം വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ പക്കുവട മേടിച്ചതല്ലേന്ന് ഓർത്ത് കഴിക്കുവാണ്. കഴിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ പിന്നെ നമുക്ക് മുകളിൽ തുണി എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ തുണി ഇടണമെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ മഴയല്ല, ചാറി വരണുണ്ടല്ല മഴ. അപ്പോൾ നമുക്ക് തുണിയൊന്നും നേരാവണ്ണം ഉറങ്ങണില്ല. കുറച്ച് തുണി കട്ടിൽ ഇട്ടിട്ടുണ്ട്, ഞാനത് മടക്കിയിട്ടില്ല. ഇനി ഈ ഒരു ലോഡും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം മടക്കുമോ ഞാൻ നാളെ മടക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല മടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും തുണിയൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. മറ്റു തുണിയൊക്കെ എന്നിട്ടുകൊണ്ട് അത്ര കണ്ട് ഉണങ്ങിയിട്ടില്ല. നമുക്കിനി താഴെ പോവാം. ഞാനിത് മടക്കാൻ കഴിയില്ല, മിക്കവാറും നാളെ മടക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കും. വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇന്ന് സത്യത്തിൽ നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയും പനീറും ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷെ മടി, അപ്പോൾ ചിലപ്പോൾ ഇന്ന് വല്ല ഓർഡർ ആക്കിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിടാം. ഇപ്പോൾ ഓണ വഴിക്കാണ് ഞാൻ മോട്ടറും കൂടി ഇടാൻ വേണ്ടിയിട്ട് പോവാം. ഈ സംഭവങ്ങളൊന്നും ഞാൻ യൂഷ്വലി ചെയ്യണതല്ല. ഈ മോട്ടർ ഇടണതും പിന്നെ വേറൊരു ടാസ്ക് ഉണ്ട്, കോഴിക്കൂട് അടയ്ക്കാന്നുള്ളത്. ഇത് എല്ലാ ദിവസവും പപ്പയെ ചെയ്യുക. അപ്പോൾ ഇന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടാണ് പോയേക്കണേ. പിന്നെ വീടിൻ്റെ അകത്ത് തന്നെയാണ് സംഭവങ്ങൾ. ഞാൻ മോട്ടറും കൂടെ ഞാൻ ഓൺ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതങ്ങ് കഴിഞ്ഞോളാം. ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നു പോകും. പറയേണ്ട ഒരു കട്ടിൽ നിറയെ സാധനങ്ങൾ മടക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടതാണ്, മടക്കിയിട്ടില്ല. ഇത്ര ഉണ്ട് എനിക്ക് ഈ ഒരു സൈഡിൽ മൊത്തം. അപ്പം അത് ഞാൻ ഇപ്പം മടക്കുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നാളെ മടക്കുള്ളൂ. വീഡിയോ എടുക്കണതാ വല്ലപ്പോഴുള്ള കളിയാണ്ടാ. ഞാൻ പറയാ എന്താണ്, എത്ര രൂപയുടെ ഷൂസിന്? ഞാൻ പറയൂ എന്ത്, ഞാൻ പറയും കുറേ രൂപ കൊടുത്തേ ഷൂസൊക്കെ മേടിച്ച്, എന്നിട്ട് ഷൂസ് മേടിച്ചതിൻ്റെ ആക്രാന്തത്തിൽ ഒരാഴ്ച കളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഷൂസിൽ നിറയെ പുഴുവൊക്കെ വന്ന് ഇവിടെ ഇരിക്കേണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൊതിമൂത്തിട്ട് ഷൂസൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തോട്ട് നോക്കി
പിന്നെ മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നണേ. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മോട്ടറൊക്കെ നന്നായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ വീടിന് നേരെയുള്ളവർ ഈ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് കിടന്നോണം അവരെണ്ണോ. നീ 11 മണിക്ക് പോകുന്ന സമയത്ത് അവിടെ ലേറ്റ് ആണവരുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നാളെ ഇരിക്കണം. നാളെ എനിക്ക് ഭാഗ്യമുണ്ട്, ചിലപ്പോൾ നാളെ അവർ വേറെ എവിടേക്കെങ്കിലും പോകും. എന്ത് അതിന് ഇത് നമ്മള് ആ ദിവസത്തിലല്ലല്ലോ പോസ്റ്റ് ചെയ്യണേ. അങ്ങനെ കള്ളന്മാർ ഇത് കണ്ട് ഇവിടെ ആരും ഇല്ലാതെ പ്രതീക്ഷ വന്നു കഴിയുമ്പോ ട്വിസ്റ്റ് ഇവിടെ വേറെ ആൾക്കാരുണ്ടാവൂലോ. ട്വിസ്റ്റ് അപ്പൊ റൂം ടൂറൊക്കെ ചെയ്യുന്ന ആൾക്കാരാ, അവരെല്ലാം കാണിച്ചു കൊടുക്കും. മേലെ ഫ്രണ്ട് ഡോർ മുതൽ ബാക്ക് ഡോർ വരെ എല്ലാം കാണിക്കുന്നുണ്ട്. 7 മണിയാകുമ്പോഴേക്കും എന്നോട്ടാ. ആന്റി ഇന്ന് മഴയൊന്നുമില്ലല്ലോ. മറക്കരുത് പാലും ഹാൻഡ് വാഷും. നാളെ പായസം ഉണ്ടാക്കാൻ നിർത്താം. എനിക്ക് കുടിക്കാൻ സേമിയവും ഗോതമ്പൊക്കെ ഇവിടെ ഇരിക്കാണ്. അത് പിന്നെ വേസ്റ്റ് ആയി പോവില്ലേ. കാരമൽ സേമിയോ പായസം ഉണ്ടാക്കാം. മിണ്ടല്ലേ വീഡിയോ. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അത്രേ ഉള്ളു പ്രശ്നം. നാളത്തേക്ക് മിറ്റടിക്കാൻ ഒരുപാടുണ്ട്. അവിടെ ഈ സൈഡല്ല, അതെ ഫ്രണ്ടിലെ ആ അറ്റത്ത്, അങ്ങേ അറ്റത്ത്, ഗേറ്റിൻ്റെ അറ്റത്തായിട്ട് അത്യാവശ്യം ഇലയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നാളെ തൂക്കണം. പിന്നെ ഞാൻ ഇന്ന് നേരത്തെ കുളിച്ചിട്ട് ഇവിടെ ഒരു 5:15 ആവണുള്ളൂ. കാരണം ഏട്ടൻ കളിക്കാൻ പോയി. ഇനിയിപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കോ വരിക. അപ്പോൾ ഞാൻ വാതിൽ കുറ്റിയിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ ഞാൻ അറിയില്ലല്ലോ. അപ്പം ഞാൻ ഏട്ടൻ പോണേക്കാട്ടിലും മുന്നേ കുളിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം ഈ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് പോവാം, സീക്രട്ട്. ഞാൻ ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ നല്ല അടിപൊളി പുസ്തകമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3-4 വട്ടം വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ നമ്മളിപ്പം ഇന്ന് രാത്രി ഞാൻ പുറത്തുനിന്നായിരിക്കും നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പം കഴിഞ്ഞ ദിവസം വെച്ച് മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് ഉറങ്ങണേന് മുന്നേ എടുത്ത് വെക്കാൻ വെച്ചു. 5:30 ആവണേയുള്ളൂ. അപ്പോൾ ഇപ്പം തിളപ്പിച്ചാലും ഉണങ്ങാനുള്ള ചൂടാറാനുള്ള സമയമുണ്ട്. മീൻ പറ്റിച്ചതാണ്. അപ്പം ജസ്റ്റ് അതൊന്ന് കുറച്ചുള്ളൂ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാൻ കൊടുത്തു. ഇപ്പം പപ്പ പോയപ്പോൾ പണ്ട് ഞങ്ങൾ ഇതുപോലെ എല്ലാ വർഷവും പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും പോയിരുന്നു. പള്ളിയിൽ നിന്നല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളായി പോയിട്ട് ഒന്ന് പോകണമെന്നുണ്ട്. ഏട്ടൻ ഇതുവരെ വേളാങ്കണ്ണി പോയിട്ടില്ലായിരുന്നു. ഞാനൊക്കെ സ്ഥിരം എല്ലാ വർഷവും പോകുമായിരുന്നു. അവിടെ മുട്ടിൽ ഇഴഞ്ഞു കയറുമായിരുന്നു. അപ്പോൾ അധികം വൈകാണ്ട് എനിക്ക് പോകണം. അപ്പം അതൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാം. ഇന്ന് പപ്പയില്ലാത്തതുകൊണ്ട് പ്രാർത്ഥന എത്തിക്കലൊക്കെ കണക്കായിരിക്കും. ഇവിടെ 7 മണിക്ക് സാധാരണ പ്രാർത്ഥന എത്തിക്കുക. ഏട്ടൻ 7 മണിയാവും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് പ്രാർത്ഥന എത്തിക്കലൊക്കെ കണക്കായിരിക്കും. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും നോക്കണം. അല്ല, കോഴി കയറിയിട്ടുണ്ട് അവർക്ക്. നമുക്ക് കോഴിക്കൂട് അടയ്ക്കാം. സെക്ഷൻ മൊത്തം കെട്ടി തിരിച്ച് വെച്ചിട്ടുണ്ട്, കോഴികളൊക്കെ പുറത്തങ്ങനെ ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയ്യോ, കോഴികളെ ആരെയും കാണാനില്ലല്ല, കാലിയായി കാണില്ല. 5:30 ആകുമ്പോൾ കയറുമെന്ന് പറഞ്ഞിട്ട്
ദേ ഇതാ ഒരു കോഴിക്കോട്. അവിടെ കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കാറുള്ളതാ. കണ്ടോ, ഇതിൽ വിഷമൊന്നുമില്ല. കോഴിക്കുട്ടന്മാർ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുക. ഇത് തെറ്റിപ്പോയി. എൻ്റെ അപ്പം ഒരു 5:30 ആകുമ്പോഴത്തേക്കും കോഴിക്കോട് അടച്ചോ, കോഴികൾ കയറുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കയറിയിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് പോയി നോക്കണം. ഇവിടെ അടച്ചില്ലെങ്കിൽ ഇവിടെ കീരിയുണ്ട്. ഇത് കിടക്കണത് അവിടെ നടക്കണുണ്ട് 2 കൂടെ. 2, 3, 4 ഉണ്ട്. 5 കോഴികൾ. ഇപ്പം 5 ഉള്ളു. പണ്ട് കുറേ ഉണ്ടായിരുന്നു. ഇവിടെ കീരി വരണുണ്ട്. കീരി വന്നിട്ട് അതുങ്ങളൊക്കെ രാത്രി കൊന്ന് തിന്നാണ്. ഇപ്പം 5 ഉള്ളു. ഒരുപാട് 10-15 ഉണ്ടായതാ. അതിനൊക്കെ കീരി കൊണ്ടുപോയി. കീരി, മരപ്പെട്ടി. ഇപ്പം ആകെ 5 ഉള്ളു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വന്ന് നോക്കാം. ഇപ്പം ഞാൻ പോയി വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണട്ടെ. ഉണ്ട് ഒരാള്. ഓർത്തെ നമ്മൾ പാല് വരുത്തണതിൻ്റെ കുപ്പിയില്ലേ, നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം ഗേറ്റിൻ്റെ അവിടെ. അപ്പം ഞാനേ ഇരുട്ടായി തുടങ്ങി, ഞാനൊന്ന് കൊണ്ട് വെക്കാം നമുക്കത്. വല്യപ്പച്ചനും പാൽ ഇവിടെ തന്നെ വെക്കുന്നത്. അപ്പോൾ ആ കുപ്പി ഇരിക്കുന്നത് വല്യപ്പച്ചൻ്റെയാണ്. അപ്പോൾ ഞാൻ അത് കൊണ്ട് വെച്ചു. എന്താണ്, ഏട്ടൻ വന്നിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു 7-10 ആയിട്ടുണ്ട്. ഞാൻ വാലടയ്ക്കട്ടെ. വാതിലടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കൊതുകാണ്. അത് ഈ സമയമൊന്നും ആവണ്ട. നമ്മളൊരു 5 മണി മുതൽ വാതിലടച്ചിട്ടില്ലെങ്കിൽ കൊതുകിൻ്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും. സാധാരണ ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥന എത്തിക്കാറാ പതിവ്. പക്ഷേ ഇന്നിപ്പോൾ പപ്പി ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥന എത്തിച്ചുള്ളത്. ഈ സാധനം ഞാൻ ഇവിടെ വെച്ച് അങ്ങ് നിർത്തി. പിന്നെ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യണം. പിന്നെന്താ, ഇന്ന് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യാൻ മിക്കവാറും. അത് ഏട്ടൻ വന്നിട്ട് വേണം എന്താണെന്ന് ഡിസ്കസ് ആക്കാൻ വേണ്ടിയിട്ട്. ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. നാളത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അപ്പം അതിനുള്ള ഗ്രീൻ പീസ് ഒന്ന് വെള്ളത്തിലിടണം. പിന്നെ ഉച്ചയ്ക്ക് ചോറുള്ളതൊക്കെ നമ്മുടെ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പം ആ സാധനങ്ങൾ കൂടെ ഒന്ന് ഫുഡൊക്കെ വന്നു. ഇനിയൊന്നുമില്ല, ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.